ഒരു ബിസിനസ്സിൻ്റെ പാക്കിംഗ് സെഷൻ ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഇത്രത്തോളം പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഇതിന് അടങ്ങിയിരിക്കുന്ന ഒത്തിരി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് എന്നല്ല, ഒത്തിരി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് റോ മെറ്റീരിയൽ കോസ്റ്റ്, അതിൻ്റെ പ്രോസസ്സിങ് ചാർജ്, പിന്നെ നമ്മുടെ ഓവർ ഹെഡ് കോസ്റ്റ്, നമ്മളുടെ ഓഫീസ് റൺ ചെയ്യുന്നതിന് നമ്മളുടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് അവർക്കൊക്കെ വരുന്ന കോസ്റ്റ്, പ്ലസ് നമുക്ക് ഇതിൻ്റെ പാക്ക് ചെയ്യാനും അതിനെടുക്കുന്ന സമയം, ലേബർ ചാർജ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി ഒരു മാനുവൽ ടൈപ്പ് പാക്കിംഗ് സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ മാനുവൽ രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. മിനിമം നമുക്കൊരു 3 പേരുണ്ടെങ്കിലാണ് ഒരു 3 മുതൽ 4 പാക്കറ്റ് ഒരു മിനിറ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ നമ്മളുടെ പൗച്ചിനകത്തിട്ട് ഇത് ഫില്ല് ചെയ്യും, മറ്റേ ആൾ ഈ പൗച്ചിനെ ഒരു ത്രാസിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യും, ആവശ്യം വേണ്ട കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, കുറച്ച് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് മാറ്റണമെങ്കിൽ മാറ്റി വെയിറ്റ് കറക്റ്റ് ചെയ്യും, അത് അടുത്ത ആൾക്ക് പാസ് ചെയ്യും, അയാളതെടുത്ത് സീൽ ചെയ്യും. ഈ 3 പേര് കൂടി നമ്മളൊരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുവാണെങ്കിൽ മിനിറ്റിൽ 3 മുതൽ 4 പാക്കറ്റ് വരെയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 200-210 പാക്കറ്റാണ് പെർ അവറിൽ നമുക്ക് പ്രൊഡക്ഷൻ വരുന്നത്. ഇതേ സെയിം ടൈമിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം 300 മുതൽ 400 പാക്കറ്റ് വരെ ഒരു മണിക്കൂറിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഒറ്റ ലേബറിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്ക് മറ്റതിൽ 3 പേര് വേണ്ടടുത്ത് ഇതിനകത്ത് ഒരാൾ വന്നാൽ മതി. അപ്പോൾ പെർ പേഴ്സൺ പ്രൊഡക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പെർ അവറിൽ മാനുവലി 70-80 പാക്കറ്റ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനിലാവുമ്പോൾ 300 മുതൽ 400 പാക്കറ്റ് വരെ, ഇപ്പോൾ ഏകദേശം 3-4 ടൈംസ് നമുക്ക് പെർ പേഴ്സൺ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്താൽ ഡിഫറൻസ് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് മാറുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർഡ് കപ്പാസിറ്റിയൊക്കെ ഇതിന് മാച്ച് ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പോൾ സെയിം അളവിൽ, അതായത് സെയിം വെയിറ്റിൽ സെയിം ടൈപ്പ് ഓഫ് വോളിയം വരുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. കാരണം ഈ ഓട്ടോമാറ്റിക് മെഷീനിനകത്ത് അതിൻ്റെ കവർ ഫോം ചെയ്യുന്നത് ഇതൊക്കെ ഓരോ വോളിയത്തിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വൺസ് നമ്മളൊരു സെറ്റിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ നേരം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുമ്പോഴാണ് മെഷീൻ്റെ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതേസമയം വളരെ കുറച്ച് പ്രോഡക്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് വളരെ കുറച്ച് വീതമാണ് നമുക്ക് പാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സെയിം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിം വോളിയം, സെയിം ടൈപ്പ് ഓഫ് പൗച്ച് ഫോർമേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഓട്ടോമാറ്റിക് മെഷീനിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഗ്രാനുവൽസിനൊക്കെ ചെയ്യുന്നതിൻ്റെ മിനിമം പെർ അവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 300 മുതൽ 400 ആണ്. ഇനി സെയിം ടൈമിൽ നമുക്ക് ഇപ്പോൾ പൗഡറൊക്കെ ചെയ്യുന്നതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒരു മണിക്കൂറിൽ നമ്മളുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600 മുതൽ 700 പാക്കറ്റ്സ് വരെയൊക്കെയാണ്. നമ്മളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സ്പീഡ്, നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ സിംഗിൾ ഹെഡ് അല്ലെങ്കിൽ ഡബിൾ ഹെഡ് അല്ലെങ്കിൽ 4 ഹെഡ് അല്ലെങ്കിൽ മൾട്ടി ഹെഡൊക്കെ നമുക്ക് ഇതിനകത്ത് ഓരോ റിക്വയർമെൻ്റ് അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു എൻട്രി ലെവൽ ഓട്ടോമാറ്റിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു 100 ഗ്രാം വരെയൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്ന 1.5 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്രാനുവൽസിന് വേണ്ടിയിട്ട്. അത് തന്നെ നമുക്ക് ഹെവി ഡ്യൂട്ടി മെഷീൻസൊക്കെ ആകുമ്പോൾ ഒരു 4 ലക്ഷം മുതൽ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമുക്ക് നൈട്രജൻ ഫ്ലഷ് ചെയ്യാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ബാച്ച് നമ്പർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നതാണ്. ഇനി ലിക്വിഡ്സ് ഒക്കെ വരുവാണെങ്കിൽ അതിനെ നമുക്ക് ഇതേപോലെ ബോട്ടിലാക്കാനും അതിന് ലേബിൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്തുമാത്രമുണ്ട്, അതിന് നമുക്ക് എങ്ങനെ ഈസിലി നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കും, എത്ര കുറഞ്ഞ സമയം കൊണ്ട് പാക്ക് ചെയ്യാൻ സാധിക്കും, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് അനുയോജ്യമായ മെഷീൻസ് ചൂസ് ചെയ്ത് പ്രൊഡക്ഷൻ കോസ്റ്റിനെ കട്ട് ഡൗൺ ചെയ്യുകയും അതേ ക്വാളിറ്റിയോടെ, ഇപ്പം നമ്മുടെ ഹാൻഡ് ടച്ച് ഇല്ലാതെയൊക്കെയാണ് നമ്മളുടെ ഈ പ്രൊഡക്ട്സ് വരുന്നത്. അപ്പോൾ മാനുവലി ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ഹാൻഡ് ടച്ച് ഇല്ലാതെ ക്വാളിറ്റി കീപ്പ് ചെയ്ത് നമുക്ക് ഈ പ്രോഡക്ട്സിനെ മാർക്കറ്റിലായിട്ട് എത്തിക്കാൻ സാധിക്കുന്നു.